കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടതായിരുന്നു. കർണാടകയിലെ ഒരു ഗ്രാമത്തിൽ ഒരു 350ഓളം വരുന്ന കുടുംബങ്ങളെ ഒറ്റ ദിവസം കണ്ട് വഴിയാധാരമാക്കിയ ഒരു കാര്യം. എന്താണ് ഇതിനെക്കുറിച്ച് ചേട്ടന് പറയാനായിട്ടുള്ളത്? തീർച്ചയായും കർണാടകയിൽ നിന്ന് പുറത്തു വന്ന ഒരു വാർത്തയാണ്. ഒരു പ്രദേശത്ത് 350ഓളം കുടുംബങ്ങളെ ഒരു രാത്രി ബുൾഡോസർ കൊണ്ടുവന്ന് അവരുടെ വീടുകൾ മുഴുവൻ നിരത്തി എന്നൊരു വാർത്ത. കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ തരത്തിൽ CPM അണികൾ ഉൾപ്പെടെയുള്ളവർ SDP-ക്കാർ ഈ വാർത്ത വലിയ തരത്തിൽ പ്രചരിപ്പിക്കുന്നു കണ്ടു. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ കർണാടകയിൽ ഈ സ്ഥലം പൊതു നിരത്ത് കയ്യേറി അല്ലെങ്കിൽ പൊതുസ്ഥലം കയ്യേറി നിർമ്മിച്ചതാണ് ഈ വീടുകളെന്ന് സംസ്ഥാന സർക്കാർ, കർണാടക സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. അതുമാത്രമല്ല, ഈ സ്ഥലം ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട് ഇവർക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകാത്ത പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാരിന് ഇവിടെ ബുൾഡോസർ കൊണ്ടുവന്ന് ഈ വീടുകൾ ഇടിച്ചു നിരത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഈ പ്രവൃത്തി നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അവിടേക്കുള്ള കറണ്ട് കട്ട് ചെയ്ത് സംസ്ഥാന സർക്കാർ വീണ്ടും ഇവരോട് നിങ്ങൾ പുറത്തു പോകണം, ഇത് പൊതുസ്ഥലം കയ്യേറി നിർമ്മിച്ചതാണ് എന്നിവരോട് വ്യക്തമായി പറഞ്ഞിട്ടും ആളുകൾ പോകാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കർണാടകയിലെ സർക്കാർ കടന്നത്. എന്നാൽ ഇതിനെ മറുപിടിച്ച് കർണാടകയിൽ വലിയ തരത്തിൽ വർഗീയ ധ്രുവീകരണം നടത്താൻ, അതിൻ്റെ ഒരു ഭാഗം കേരളത്തിലേക്കും എത്തിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലുമെല്ലാം അരങ്ങേറുന്നത് പോലെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തെ ആണ് ഇത്തരത്തിൽ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയത് എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം ഇതല്ല, മറ്റൊന്നാണ് എന്ന് കർണാടക സർക്കാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടും അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ ഇതിനെ ഒരു വർഗീയ ധ്രുവീകരണത്തിനുള്ള ആയുധമാക്കിയാണ് കർണാടകത്തിലെ ഈ ബുൾഡോസർ കൊണ്ട് ഈ വീട് ഇടിച്ചു നിരത്തിയ സംഭവത്തെ മാറ്റാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഒരു പ്രദേശത്ത് ഒരാളുകൾ വന്ന് കൂട്ടം കൂടി എത്തുകയും ആ പ്രദേശം അവരുടെ അധീനതയിലാക്കുകയും സർക്കാരിൻ്റെ ഭൂമി കയ്യേറുകയും ചെയ്താൽ, ഇത്തരത്തിൽ അവർ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ സർക്കാരിന് മുന്നിൽ മറ്റു വഴികൾ ഇല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഇനിയെങ്കിലും ആളുകൾ തയ്യാറാകണം. അതുമാത്രമല്ല, കർണാടക പോലെ വളരെ സെൻസിറ്റീവായ രാഷ്ട്രീയമുള്ള പ്രദേശത്ത് കർണാടക മതപരമായി വളരെ വലിയ ഭിന്നിപ്പുള്ള സംസ്ഥാനമാണ്. കർണാടകത്തിൻ്റെ പല പ്രദേശങ്ങളിലും വർഗീയ സംഘർഷങ്ങൾ നടക്കുന്നൊരു സംസ്ഥാനമാണ്. നേരത്തെ കർണാടക BJP ഭരിച്ചിരുന്ന സമയത്ത് മംഗലാപുരം പോലെയുള്ള പ്രദേശങ്ങളിൽ നിരന്തരമായി വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ 2023 കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ വർഗീയ കലാപങ്ങൾക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വർഗീയ സംഘർഷങ്ങൾക്ക് നേരിയ അയവ് വന്നിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അവിടെ ഈ വർഗീയ രാഷ്ട്രീയത്തിലൂടെ മുതലെടുപ്പ് നടത്താൻ ഒരു ഭാഗത്ത് BJP ആണ് ശ്രമിക്കുന്നതെങ്കിൽ മറുഭാഗത്ത് SDP-യെ പോലെ തീവ്ര നിലപാടുള്ള സംഘടനകൾ ശ്രമിക്കാറുണ്ട്. അവർക്ക് ഇന്ധനം പകരുന്നതാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ കർണാടകയിൽ ഈ മുസ്ലിം സമുദായം തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തെ വീടുകൾ ഇടിച്ചു നിരത്തിയെന്ന് പറയുമ്പോൾ ആ പ്രദേശത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല പാർക്കുന്നത്. അവിടെ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ പുറത്തു വന്ന ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും അവിടെ കൂടുതൽ ആളുകൾ മുസ്ലിങ്ങളാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ആണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അവിടെ മറ്റു മതത്തിലുള്ള ആളുകൾ താമസിച്ചിരുന്നു. എന്നാൽ സർക്കാരിന് ഇവരെ ഒഴിപ്പിക്കുകയല്ലാതെ, ഈ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഭാഗമായി ഇവരെ ഒഴിപ്പിക്കുകയല്ലാതെ കർണാടക ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് സർക്കാരിന് മുന്നിൽ മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ടാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് സർക്കാർ കടന്നത്. പക്ഷേ അതിനെ വർഗീയപരമായി അല്ലെങ്കിൽ ജനങ്ങളെ വർഗീയപരമായി ധ്രുവീകരിക്കാനുള്ള ഒരു നീക്കം ആര് നടത്തിയാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം സർക്കാരിൻ്റെ മുന്നിൽ മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് അവർ ഇത്തരത്തിൽ ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ചു നിരത്തിയത്. അത് ഒരു സുപ്രഭാതത്തിൽ ചെയ്തതല്ല. ഇവർക്ക് നേരത്തെ മുൻകൂർ നോട്ടീസ് നൽകിയിട്ടുണ്ട്, ഇവർക്കുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചിട്ടുണ്ട്. ഇതെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നത്. എന്നാൽ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെ ഇപ്പോഴും മതപരമായ ഭിന്നിപ്പിന് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച്, പ്രത്യേകിച്ച് കർണാടകയേക്കാൾ അതീവ വൈകാരികമായി പ്രതികരിക്കുന്നത് കേരളത്തിലുള്ള ആളുകളാണ്. ഇത് മതപരമായി ഭിന്നിപ്പിക്കാനും കർണാടക ഭരിക്കുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവിടെ BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിന് തുല്യമായ നടപടികളാണ് കർണാടകയിൽ നടപ്പിലാക്കുന്നതെന്ന് സ്ഥാപിച്ചെടുക്കാനും വേണ്ടിയുള്ള നീക്കമാണ്. പക്ഷേ ഇത് ജനങ്ങൾ അംഗീകരിക്കില്ല. കാരണം ഇപ്പോൾ പഴയതുപോലെയല്ല. സെക്കൻഡുകൾ കൊണ്ട് വാർത്തകൾ വിരൽത്തുമ്പിലെത്തുന്ന സാഹചര്യത്തിൽ ഇത്തരം കള്ളപ്രചരണങ്ങളെ ജനം പുച്ഛിച്ചു തള്ളും. ഒരു നാടിൻ്റെ വികസനം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ പദ്ധതി കൊണ്ടുവരുമ്പോൾ അവിടെ ഭൂമി ഏറ്റെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇത് സർക്കാർ ഭൂമിയാണ്, അതായത് മറ്റുള്ള ആളുകൾക്ക് സർക്കാർ നൽകിയ ഭൂമിയല്ല.
അല്ലെങ്കിൽ അവരുടെ പേരിൽ പട്ടയമുള്ള ഭൂമിയല്ല, അവർ നികുതി അടയ്ക്കുന്ന ഭൂമിയല്ല. സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ തടസ്സമായി നിന്ന ആളുകളെ, അവിടെ അനധികൃതമായി കയ്യേറിയ ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടിയാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഈ നടപടിയെയാണ് വർഗീയപരമായി ധ്രുവീകരിക്കാൻ കേരളത്തിലെയും കേരളത്തിന് പുറത്തുള്ള ചില സംഘടനകൾ ശ്രമിക്കുന്നത്. കർണാടക പോലെ വളരെ സെൻസിറ്റീവായ ഒരു സംസ്ഥാനത്ത് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് ആർക്കും അത്ര ഭൂഷണമല്ല. കാരണം മതപരമായി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ മാത്രമേ ഇത്തരം ശ്രമങ്ങൾ ഉപകാരപ്പെടൂ. സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള വർഗീയത വർഗീയ പ്രീണനമാണ് ഈ വിഷയം ഉപയോഗപ്പെടുത്തി നടക്കുന്നത്. വർഗീയ ധ്രുവീകരണം നടത്താൻ ആര് തന്നെ ശ്രമിച്ചാലും അതിനെ എതിർക്കപ്പെടണം. വികസനത്തിന്റെ പേരിൽ ആണ് അവർ കുടിയിറക്കപ്പെടുന്നത്. പക്ഷേ അവരുടെ സ്വന്തം ഭൂമിയിൽ നിന്നല്ല, അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ ബീഹാറിലോ കാണുന്നത് പോലെ അവർ കരമടയ്ക്കുന്ന, അവർക്ക് പട്ടയമുള്ള ഭൂമിയിൽ നിന്നല്ല അവരെ കുടിയിറക്കപ്പെടുന്നത്. അവർ അനധികൃതമായി കയ്യേറിയ ഭൂമിയിൽ നിന്നാണ്. അവിടെ അവർ കുടിയിറക്കപ്പെടുന്ന ആളുകൾക്കിടയിൽ മുസ്ലിങ്ങളും ഹിന്ദു സമുദായ അംഗങ്ങളും ക്രൈസ്തവ മതവിശ്വാസികളും എല്ലാവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായി ഒരു വിഭാഗത്തെ മാത്രമാണ് കുടിയിറക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ വീട് മാത്രമാണ് ഇത്തരത്തിൽ തകർക്കുന്നതെന്ന കള്ളപ്രചരണം വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയാണ്. ഇതിനെ സമൂഹം വളരെ കൃത്യമായി തിരിച്ചറിയണം. ഇത്തരം ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കണം. ഉത്തർപ്രദേശിൽ നേരത്തെ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇതിനു മുമ്പ് നിരവധി തവണ മുസ്ലിം സമുദായത്തിന്റെ വീടുകൾ, അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ, അവരുടെ ആരാധനാലയങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്ന നമ്മൾ കണ്ടതാണ്. സമാനമായി BJP ഭരിക്കുന്ന മധ്യപ്രദേശിലും അതോടൊപ്പം തന്നെ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ, ഡൽഹിയിലെ വിവിധ ചേരികൾ ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകാതെ ഒരു സുപ്രഭാതത്തിൽ അവിടേക്ക് പുലർച്ചെ എത്തുന്നു. ഈ ബുൾഡോസർ ഉപയോഗിച്ച് വ്യാപകമായി ഇടിച്ചു നിരത്തുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായി ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആരുടെയും ഭൂമി ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട അംഗമായാലും ശരി, ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട അംഗമായാലും ശരി, ഒരു കേസിൽ ഉൾപ്പെട്ടതിൻ്റെ പേരിലോ മറ്റോ ബുൾഡോസർ ഉപയോഗിച്ച് അവരുടെ കിടപ്പാടം തകർക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ഇതേത് സർക്കാർ നടത്തിയാലും അത് കോടതിയെ ലക്ഷ്യമാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ കൃത്യമായി വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. ആ വിധി പ്രസ്താവം ഇപ്പോൾ നിലനിൽക്കുന്ന, അതുകൊണ്ട് തന്നെ കർണാടക പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ സുപ്രീം കോടതി വിധിയെ വെല്ലുവിളിച്ച ഒരു നീക്കവും ഉണ്ടാകില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. അവിടെയുള്ള സർക്കാർ മുന്നറിയിപ്പ് നൽകിയും വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചും ഇവരോട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഇവിടത്തുള്ള താമസക്കാർ സർക്കാർ ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറാകാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നടപടി സർക്കാരിന് സ്വീകരിക്കേണ്ടി വന്നത്. ആ നടപടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമുദായത്തിനെതിരായ നടപടിയല്ല. അവിടെ ഹൈന്ദവ മതവിശ്വാസികളും ക്രൈസ്തവ മതവിശ്വാസികളും ഉൾപ്പെടുന്ന ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. അവിടെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി SDPI പോലെയുള്ള തീവ്ര നിലപാട് സ്വീകരിക്കുന്ന സംഘടനകൾ കൃത്യമായ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടാണ്. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സോഷ്യൽ മീഡിയയിൽ അടക്കം വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നത്. എന്തായാലും ഇത് കളവാണ്. ഒരു സംസ്ഥാന സർക്കാർ ഒരു വികസനത്തിന് വേണ്ടി ഒരു പുതിയ പദ്ധതി കൊണ്ടുവരാൻ അവരുടെ സർക്കാർ ഭൂമി കയ്യേറിയ ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണ് ചെയ്തത്. അല്ലാതെ പട്ടയം ഉള്ള ഭൂമിയിൽ നിന്നോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ കരമടയ്ക്കുന്ന ഭൂമിയിൽ നിന്നോ അവരെ ബോധപൂർവം ബുൾഡോസർ ഉപയോഗിച്ച് അവരുടെ ഭൂമി അല്ലെങ്കിൽ അവരുടെ കെട്ടിടങ്ങൾ തകർക്കുകയല്ല ചെയ്തതെന്ന യാഥാർത്ഥ്യം ജനം മനസ്സിലാക്കണം.